ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ട്രാവലേഴ്സ് എന്ന് പറയുന്ന പോർഷനാണ്. ഇത് ആക്ച്വലി ഒരു സ്റ്റാറ്റിക് ജി കെയുടെ പോർഷനാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററിയിൽ തന്നെ വരുന്ന ഒരു പാർട്ടാണ്. ഇപ്പോൾ ആൻഷ്യൻ്റ് ഹിസ്റ്ററിയിലും മോഡേൺ ഹിസ്റ്ററിയിലും വരുന്ന ട്രാവലേഴ്സിനെ നമ്മൾ സോർട്ട് ചെയ്തെടുത്തിട്ട് വെക്കുന്നതാണ് ഈ പറയുന്നത്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് മെയിൻലി SSC എക്സാമിന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പൊതുവെ വരുന്നൊരു പോർഷനാണ്. ഒന്നെങ്കിൽ ഇത് നമുക്ക് എന്തെങ്കിലും ട്രിക്സ് ഉപയോഗിച്ച് പഠിക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കാം. അങ്ങനെ തന്നെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എപ്പോഴും ചോദിക്കുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെയൊക്കെ ടോപ്പിക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇത് സത്യം പറഞ്ഞാൽ ഹിസ്റ്ററിയിലൊരു പാർട്ടാണ്. നമ്മൾ പഠിക്കുന്ന ആൻഷ്യന്റ് ഹിസ്റ്ററി, അതുപോലെ മിഡീവിയൽ, ഈ രണ്ട് പാർട്ടിലാണ് വരുന്നത്. മോഡേണിൽ നിന്ന് നമുക്ക് അങ്ങനെ അധികം ട്രാവലേഴ്സ് ഇല്ല. ദെൻ ചില സമയത്ത് ഇവരുടെ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന കാലഘട്ടത്തിൻ്റെ ഓർഡറിലനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്നതും അവരുടെ ക്രോണോളജിക്കൽ ഓർഡർ അനുസരിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഡറിൽ തന്നെ നോക്കി പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്ന വ്യക്തിയാണ് മെഗസ്തനീസ്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ആരാണ്? മെഗസ്തനീസ് ആണ്. മെഗസ്തനീസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ മെഗസ്തനീസ് ഏത് ഏത് ഡൈനാസ്റ്റിന്റെ കാലഘട്ടത്തിലാണ് വന്നത്, അല്ലെങ്കിൽ ഏത് രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലോട്ട് വന്നത് എന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ മെഗസ്തനീസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെലീക്കസ് നിക്റ്റേറ്റർ എന്ന് പറയുന്ന സെലൂസിഡ് എംപയറിന്റെ റൂളറിന്റെ ഒരു അംബാസിഡർ എന്ന നിലയിൽ മൗര്യൻ കോർട്ട് വിസിറ്റ് ചെയ്ത വ്യക്തിയാണ് ഈ പറയുന്ന മെഗസ്തനീസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്താണ് പാടലീപുത്രം വിസിറ്റ് ചെയ്തത്. ഏകദേശം 302 BC ആണ് കാലഘട്ടം വരുന്നത്. ചന്ദ്രഗുപ്ത മൗര്യയുടെ കാലത്താണ് ഇത്. ഈ പറയുന്നത് എല്ലാം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കണം. കാരണം ഈ ഐറ്റംസ് തന്നെയായിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ ഏതാണ്? അംബാസിഡർ ഓഫ് സെലീക്കസ് നിക്റ്റേറ്റർ, സെലൂസിഡ് എംപയർ ആണ് വരുന്നത്. പാടലീപുത്ര വിസിറ്റ് ചെയ്യുന്നു. ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്താണ് വരുന്നത്. ഓക്കെ, ദെൻ ഇദ്ദേഹത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇവിടെ വരികയും ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇദ്ദേഹത്തിന്റെ ബുക്കിൽ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ എല്ലാം, ഈ ഇന്ത്യയിലുള്ള എക്സ്പീരിയൻസ് എല്ലാം അദ്ദേഹത്തിന്റെ ബുക്കിൽ നോട്ട് ചെയ്യുന്നുണ്ട്. ആ ബുക്കിന്റെ പേരെന്ന് പറയുന്നത് ഇൻഡിക്ക എന്നാണ്. നമ്മുടെ ചോദിക്കാറുണ്ട് ഈ ഇൻഡിക്ക എഴുതിയത് ആരാണ് എന്ന പേരിലൊക്കെ ചോദിക്കാറുണ്ട്. ആരാണ്? മെഗസ്തനീസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഹിസ്റ്ററിയിൽ പറയപ്പെടുന്നുണ്ട്, നമ്മുടെ ചന്ദ്രഗുപ്തന്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള അശോകന്റെ സ്ഥാനാരോഹണ സമയത്തും ആ ഒരു കോർട്ടിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അത് നമ്മളൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ബുക്കിനകത്ത്, നമ്മുടെ ഇന്ത്യയുടെ അകത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഇന്ത്യയിൽ എന്ന് പറയുന്ന അന്ന് നമ്മുടെ മൗര്യ സാമ്രാജ്യമാണ്. ആ മൗര്യ സാമ്രാജ്യത്തിന്റെ ടൈമിൽ 7 ക്ലാസ്സസ്, അല്ലെങ്കിൽ ഇവിടുത്തെ ജനതകളെ 7 സെറ്റ് ഓഫ് ഗ്രൂപ്പായിട്ട് ആയിരുന്നു തിരിച്ചിരുന്നതെന്നാണ് പറഞ്ഞത്. അതിൽ ആദ്യം വരുന്നത് ഫിലോസഫേഴ്സ് ആണ്, രണ്ടാമത് വരുന്നത് ഫാർമേഴ്സ് ആണ്, മൂന്നാമത് വരുന്നത് ഹണ്ടേഴ്സ് ആണ്, നാലാമത് വരുന്നത് ട്രേഡേഴ്സ് ആണ്, അഞ്ചാമത് വരുന്നത് സോൾജിയേഴ്സ്, ആറാമത് ഓവർസീസ്, ഏഴാമത് കൗൺസിലേഴ്സ്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫേഴ്സ്, ഫാർമേഴ്സ്, ഹണ്ടേഴ്സ്, ട്രേഡേഴ്സ്, സോൾജിയേഴ്സ്, ഓവർസീസ്, കൗൺസിലേഴ്സ്, ഇങ്ങനെ 7 ഗ്രൂപ്പാണ് വരുന്നത്. നമുക്ക് ഇതിൽ എവിടെയും തന്നെ സ്ലേവറി എന്ന് പറയുന്ന ടേം കാണാൻ പറ്റുന്നില്ല. സോ അതും അതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ദെൻ മെഗസ്തനീസ് എന്ന് പറയുമ്പോൾ ഗ്രീക്ക് ട്രാവലറാണ്. അതും കൂടി നമുക്കൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി ഇത് മാത്രമാണോ ഗ്രീക്ക് ട്രാവലർ ഇന്ത്യ വിസിറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല.
വേറെയും ഒരു രണ്ട് മൂന്ന് പേരുകൾ നമ്മൾ ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതേ മൗര്യന്മാരുടെ ടൈമിൽ തന്നെ ഇതേ മൗര്യന്മാരുടെ ടൈമിൽ തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൗര്യ സാമ്രാജ്യത്തിലെ കിങ് ആയിട്ടുണ്ടായിരുന്ന ബിന്ദുസാര ബിന്ദുസാരയുടെ ടൈമിൽ ബിന്ദുസാരയുടെ ടൈമിൽ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ഗ്രീക്ക് ട്രാവലറാണ് ഡെയ്മച്ചസ് ഡെയ്മച്ചുസ്. പ്രൊണൗൺസിയേഷൻ ശരിയാണോന്നറിയില്ല, ബട്ട് സ്പെല്ലിംഗ് ഇതാണ്, ഡെയ്മച്ചൂസ്. ഓക്കെ. ഇദ്ദേഹവും നമ്മൾ നേരത്തെ പറഞ്ഞ സെലൂസിഡ് എംപയറിലെ ഒരു കിങ്ങിന്റെ അംബാസിഡർ എന്ന നിലയിലാണ് വന്നത്. ആ ആളുടെ പേരാണ്, അല്ലെങ്കിൽ ആരാണ് ഈ പറയുന്ന ഡെയ്മോച്ചസിനെ മൗര്യ സാമ്രാജ്യത്തിലോട്ട് അയച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റിയോക് വൺ സോട്ടർ എന്ന് പറയുന്ന ആരാണ്. ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ അശോകന്റെ ടൈമിലും ഒരു ഗ്രീക്ക് ട്രാവലർ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഡയോണിസിസ്. അശോകന്റെ ടൈമിലാണ് വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ടോളമി ഫിലാഡൽഫിസ് എന്ന് പറയുന്ന ആളാണ്, സത്യം പറഞ്ഞ ഇങ്ങനെ ഈജിപ്ഷ്യനാണ് എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്ന ഡൈനോസിസിനെ ഇന്ത്യയിലോട്ട് അയച്ചത്. ടോളമി ഫിലാഡൽഫിസ്. ഇതെല്ലാം തന്നെ നമ്മുടെ NCERT ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രാവലർ ഉണ്ട്, ഹീലിയോഡോറസ്. ഹീലിയോഡോറസ് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശുംഗ ഡൈനസ്റ്റിയിലെ കിങ് ആയിട്ടുണ്ടായിരുന്ന ഭാഗഭദ്ര ഓഫ് ശുംഗ ഡൈനാസ്റ്റിന്റെ ടൈമിലാണ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഭാഗഭദ്ര ഓഫ് ശുംഗ ഡൈനാസ്റ്റിന്റെ ടൈമിലാണ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതാണ് മെയിനായിട്ട് നമുക്ക് ഈ ആദ്യം ഈ ഒരു ട്രാവലേഴ്സിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഈ ഒരു ഓർഡറിൽ നമുക്ക് വരുന്ന അടുത്ത ഒരു വ്യക്തിയാണ് ഫാഹിയാൻ. ചില സ്ഥലങ്ങളിൽ FAHIEN എന്ന് സ്പെല്ലിംഗ് കാണാറുണ്ട്. രണ്ടും ഒരേ ആള് തന്നെയാണ് ഫാഹിയാൻ. FAHIEN എന്നും കാണാറുണ്ട് ഫാഹിയാൻ എന്ന് പറയുന്നത് ഒരു ചൈനീസ് ട്രാവലറാണ്. ഓക്കെ, ചൈനീസ് ട്രാവലറാണ്, ഓർത്ത് വെച്ചേക്കാം. ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രീക്ക് റൂട്ട് വഴിയാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു എന്താ പറയുക, ഇവിടുത്തെ ബുദ്ധിസത്തെ പറ്റി പഠിക്കാൻ വേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ്. അതിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് മഹായാന സെക്ടറും ഹിനയാന സെക്ടർ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഈ മഹായാന മൊണസ്ട്രിയും അതുപോലെ തന്നെ വിനായക പിതാക റിലീജിയസ് ടെക്സ്റ്റ് ആണ്, ബുദ്ധിസത്തിലെ റിലീജിയസ് ടെക്സ്റ്റ് ആണ്. ഇതിനെ പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഫാഹിയാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഒരു ഇതുണ്ട്, ഈ ബുക്ക് എഴുതിയിരിക്കുന്ന ആക്ച്വലി സാൻസ്കൃതിലാണ്. അപ്പോൾ സാൻസ്കൃതി ഇങ്ങനെ പഠിക്കുകയും പിന്നീട് ഈ ബുക്കിനെ തർജിമ ചെയ്യുകയും ചൈനീസിലോട്ട് തർജിമ ചെയ്യുകയും എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമുക്കത് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഫാഹിയന്റെ കേസിൽ. ദെൻ ഇവിടത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒബ്സർവേഷൻസ്, ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഒബ്സർവേഷൻസ് കുറിച്ചിട്ടുള്ള ഒരു ബുക്കുണ്ട്. അതിന്റെ പേരും ഓർത്ത് വെക്കുക, ഫോക്കോ ടി. ചൈനീസ് ലാംഗ്വേജ് ആണ്, സോ പ്രൊണൗൺസിയേഷൻ ഇത് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ ഇദ്ദേഹത്തിന്റെ കേസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഗുപ്ത സാമ്രാജ്യത്തിലെ നമ്മുടെ ചന്ദ്രഗുപ്ത ടു അല്ലെങ്കിൽ നമുക്കറിയാം വിക്രമാദിത്യന്റെ ടൈമിലാണ് വരുന്നത്. വിക്രമാദിത്യന്റെ ടൈമിലാണ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ
ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന ബുക്കിലൊന്നും തന്നെ ഈ ഒരു ചന്ദ്രഗുപ്തനെ പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഹിസ്റ്ററിയിൽ ഇദ്ദേഹത്തിന്റെ ബുക്കിലൊന്നും തന്നെ ചന്ദ്രഗുപ്ത ടു എന്ന പേര് മെൻഷൻ ചെയ്തിട്ടില്ലെന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അവിനായ പിതാക്ക സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലായിരുന്നു, പിന്നീട് അത് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇദ്ദേഹത്തിന്റെ എന്താ പറയുക, ഇവിടുത്തെ ബുദ്ധിസ്റ്റ് റെക്കോർഡുകളൊക്കെ ഫോക്വ കീ എന്ന് പറയുന്ന ബുക്കിലും മെൻഷൻ ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചന്ദ്രഗുപ്തന്റെ ടൈമിൽ ഇന്ത്യയിൽ ആൾക്കാരെല്ലാം തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നും അതുപോലെ തന്നെ ഇവിടുത്തെ ജനത അത്ര ഹാപ്പി ആയിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഭരണത്തിൽ അത്യാവശ്യം തൃപ്തരായത് കൊണ്ട് ഇവിടത്തെ കണ്ടീഷൻ ഒന്ന് വിളിച്ച് കാട്ടുന്ന ഒരു സെന്റൻസ് ഉണ്ട്. അതായത് ഇന്ത്യയിൽ ഗുപ്ത ഗുപ്തന്മാരുടെ ടൈമിൽ പീപ്പിൾ ഡിഡ് നോട്ട് ടുക്ക് ദെയർ പീപ്പിൾ ഡിഡ് നോട്ട് ലോക്ക് ദെയർ ഹൗസസ് പീപ്പിൾ ഡിഡ് നോട്ട് ലോക്ക് ദെയർ ഹൗസസ് അതായത് ആൾക്കാര് വീടിന്റെ വാതിലുകൾ അടയ്ക്കില്ലായിരുന്നു. കാരണം എന്താണ്? അത്ര സേഫ് ആയത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ വാതിലുകൾ കുറ്റിയിടാത്തത്. ഓക്കെ. ഇത് ഇത് ആരുടെ സാമ്രാജ്യത്തെ പറ്റി പറഞ്ഞാണ് എന്ന് വേണമെങ്കിൽ എവിടെയോ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത്. ഫാഹിയാൻ ചന്ദ്രഗുപ്ത മൗര്യന്റെ ചന്ദ്രഗുപ്ത മൗര്യനല്ല, ചന്ദ്രഗുപ്തൻ ടുവിന്റെ കാലഘട്ടത്തെ പറ്റി പറഞ്ഞതാണിത്. ചന്ദ്രഗുപ്ത മൗര്യൻ വേറെയാണ്, ചന്ദ്രഗുപ്ത വേറെയാണ്. ചന്ദ്രഗുപ്ത മൗര്യ വരുന്നത് മൗര്യ ഡൈനാസ്റ്റിയാണ്. ചന്ദ്രഗുപ്ത ടു വരുന്ന ഏത് ഡൈനാസ്റ്റിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഡൈനാസ്റ്റിയ? ഗുപ്ത ഡൈനാസ്റ്റിയാണ്. ഓക്കെ. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിത്. ദെൻ അടുത്തത്, ഇപ്പോൾ ഫാഹിയാൻ നമ്മൾ കണ്ടു, എല്ലാത്തിൻ്റെയും ഏത് നാട്ടുകാരനാണ്, അതുപോലെ തന്നെ എന്തായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ, അത് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഹുയാൻ ടീസാങ്, അല്ലെങ്കിൽ സ്പെല്ലിംഗ് ഹുയാൻ സാങ് എന്നും കാണാറുണ്ട്. ഇദ്ദേഹം ചൈനീസ് ബുദ്ധിസ്റ്റ് മോങ്കാണ്. ഇദ്ദേഹത്തിന്റെ കേസ് പറയുമ്പോഴത്തേക്ക് ഒരു രണ്ട് നിക്നെയിം ഉണ്ട്. ഒന്ന്, ചൈനീസിൽ ഇദ്ദേഹം മാസ്റ്റർ ഓഫ് ലോ എന്നറിയപ്പെടാറുണ്ട്. മാസ്റ്റർ ഓഫ് ലോ. അതുപോലെ തന്നെ പ്രിൻസ് ഓഫ് പിൽഗ്രീം എന്നറിയപ്പെടുന്നതും ഹുയാൻ ടീസാങ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഓർഡർ തന്നെ കാണുമ്പോൾ അറിയാം. ആദ്യം മൗര്യ, ദെൻ ഗുപ്ത, ദെൻ ഇപ്പോൾ ഒരു വർധന ഡൈനാസ്റ്റിയാണ്. അതായത് ആ ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെയാണ് ഇതും പോകുന്നത്. ഓക്കെ. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ദെൻ ഇദ്ദേഹം ഏകദേശം 15 വർഷം ഇവിടെ ജീവിക്കുന്നുണ്ട്, ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. മെയിനായിട്ട് കിങ് ഹർഷവർദ്ധന്റെ കോർട്ടാണ് ഇദ്ദേഹം വിസിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഹർഷവർദ്ധന്റെ ടൈമാണ് ഇന്ത്യ വിസിറ്റ് ചെയ്തത്. ഇന്ത്യയിൽ വരികയും ഇവിടുത്തെ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇവിടുത്തെ നളന്ദ ഡൈനസ്റ്റിയിൽ ഇദ്ദേഹം പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്, നളന്ദ ഡൈനസ്റ്റിയിൽ. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഹർഷവർദ്ധന്റെ ടൈമിലാണ് എന്ന് പറഞ്ഞു. ഇത് കൂടാതെ പുലകേശിൻ ടു ചാലുക്യ ഡൈനസ്റ്റിയാണ്. അദ്ദേഹത്തിന്റെ കോർട്ടും ഇങ്ങനെ വിസിറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. ജസ്റ്റ് കൂട്ടത്തിൽ ഒന്നിച്ച് അങ്ങ് നോക്കി പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഇദ്ദേഹം ഇവിടുത്തെ എക്സ്പീരിയൻസ് എല്ലാം തന്നെ ഒരു ബുക്കിൽ നോട്ട് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ ഒരു വർക്കിൽ നോട്ട് ചെയ്യുന്നുണ്ട്. ആ വർക്കിന്റെ പേരാണ് TUQ. ഇതെല്ലാം തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ചൈനീസ് ബുദ്ധിസ്റ്റ് മോങ്കാണ്. അപ്പോൾ ഈ ചൈനീസ് ടച്ചുള്ള പേരുകളൊക്കെ ആയിരിക്കും വരുന്നത്. TUQ, നേരത്തെ നമുക്ക് ക്വാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടില്ലേ നമ്മുടെ കേസിൽ, ഫാഹിയന്റെ കേസിൽ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ചൈനീസ് ട്രാവലറാണ് IT സിംഗ്.
ഇങ്ങനെ തന്നെയാണോ പ്രൊണൗൺസ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആ എഴുതിയ അനുസരിച്ച് പറഞ്ഞതാണ് ഐ ടി സിംഗ്. ഓക്കെ. ചൈനീസ് ബുദ്ധിസ്റ്റ് പിൽഗ്രീമാണ് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇവിടെ വരികയും നമ്മുടെ വിനായക പിതാക്ക, നേരത്തെ അതേ കണ്ട വിനായക പിതാക്ക ബുദ്ധിസ്റ്റ് റിലീജിയസ് ടെക്സ്റ്റ് ആണ്. അത് അത് പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചൈനീസ് ബുദ്ധിസ്റ്റ് പിൽഗ്രിമാണ് ഐ ടി സിംഗ്. ഞാൻ ഈ പറയുന്നത് ഒരു ഓർഡറിൽ തന്നെയാണ്, ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെയാണ്. ഹുയാൻ ടീസാങ് ഏകദേശം 630 AD 630 645 കാലഘട്ടം വരുന്നത്. ഇദ്ദേഹം വരുന്നത് 671 തൊട്ട് 695 AD കാലഘട്ടമാണ് വരുന്നത്. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന അറബ് ട്രാവലറാണ്. ഇനിയിപ്പോൾ അറബിയന്മാരുടെ കാലഘട്ടവും, അതായത് ഏകദേശം ഒരു 1000 AD അടുപ്പിച്ച്, അതായത് 957 AD ഈ പറയുന്ന അൽ മസൂദിന്റെ എൻട്രി ഒക്കെ വരുന്നത്. അൽ മസൂദി എന്ന് പറയുന്ന ഒരു അറേബ്യൻ ഹിസ്റ്റോറിയനും ട്രാവലറും കൂടിയാണ്. ഓക്കെ. ദെൻ ഇദ്ദേഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹ്മൂദ് ഓഫ് സോറി ഇദ്ദേഹം ആ, അറബ് ട്രാവലറാണ്. ഇദ്ദേഹത്തിന്റെ ബുക്കാണ് വിഡോ ഓഫ് ഗോഡ്. ഇതിൽ ഇന്ത്യൻ സൊസൈറ്റീനെയും റിലീജിയസ് അതേപോലെ മാർട്ടിൻ ആക്ടിവിറ്റീസിനെയൊക്കെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അല്ലെങ്കിൽ മുറൂജ് ഉൾ സാഹബും ഇദ്ദേഹത്തിന്റെ വർക്കാണ്. മുറൂജ് ഉൾ സാഹബ്, ഈ ഒരു പേരും ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇന്ത്യയിലെ കൾച്ചറൽ ആൻഡ് ജിയോഗ്രഫിക്കൽ കാര്യങ്ങളെല്ലാം വിളിച്ചോതുന്ന വർക്കുകളൊക്കെയാണ് ഈ വരുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറൊരു ട്രാവലർ ഉണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചോദിക്കാറുണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാറുണ്ട്, ഈ അൽമസൂദിയൊക്കെ റെയർ ആയിട്ടാണ് ചോദിക്കാറ്. അടുത്ത വരുന്ന ആളാണ് ആക്ച്വലി അൽബറൂനി. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹം പേർഷ്യൻ സ്കോളറാണ്. നമ്മുടെ മഹമ്മൂദ് ഓഫ് ഗസ്നിയുടെ കൂടെയാണ് ഇദ്ദേഹം വരുന്നത്. മഹമ്മൂദ് ഓഫ് ഗസ്നിയുടെ കൂടെയാണ് ഇദ്ദേഹം ഇന്ത്യയിലോട്ട് വരുന്നത്. ഓക്കെ. ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ഇൻഡോളജി എന്ന പേരിലും അറിയപ്പെടുന്നത്. ആരാണ്? ഈ പറയുന്ന അൽബറൂനിയാണ്. ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് അബു റഹ്മാൻ മഹ്മൂദ് ആണ് എന്ന് ഹിസ്റ്ററിയിൽ പറയപ്പെടുന്നുണ്ട്. അബു റഹ്മാൻ മഹ്മൂദ് അബു റഹ്മാൻ മഹ്മൂദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് എന്ന് നമ്മുടെ ഹിസ്റ്ററി ചില ടെക്സ്റ്റുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ദെൻ മഹ്മൂദ് ഓഫ് ഗസ്നിയുടെ കൂടെയാണ് ഇദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാറുള്ള ഒരു ബുക്കാണ്. തഹ്കീഖ് ഐ ഹിന്ദ് അല്ലെങ്കിൽ കിതാബുൾ ഹിന്ദ് എന്നും പറയാറുണ്ട്. തഹ്കീഖ് ഐ ഹിന്ദ് അല്ലെങ്കിൽ കിതാബ് ഉൾ ഹിന്ദും ഇത് പറയാറുണ്ട്. കിതാബ് ഉൾ ഹിന്ദു. ഓക്കെ. ഇതില് ഇന്ത്യയിലെ അന്നത്തെ കണ്ടീഷനുകൾ, സോഷ്യോ റിലീജിയസ് പൊളിറ്റിക്കൽ കണ്ടീഷൻ എല്ലാം തന്നെ ഈ ഒരു വർക്കിൽ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. തഹ്കീഖ് ഐ ഹിന്ദ് അല്ലെങ്കിൽ കിതാബ് ഉൾ ഹിന്ദ്. ഓക്കെ. അതുപോലെ തന്നെ ഇന്ത്യയിലെ പല വർക്കുകളും അറബിക്കിലോട്ടൊക്കെ ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതായത് എക്സാമ്പിളായിട്ട് പറയുന്ന ബ്രഹ്മ സിദ്ധാന്ത പോലുള്ള ബുക്കുകളൊക്കെ അറബിക്കിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട, ജസ്റ്റ് ഈ കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ പറയുന്ന കിതാബ് ഉൾ ഹിന്ദിന്റെ കേസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. കിതാബുൾ ഹിന്ദ്. പിന്നെ ആരുടെ കൂടെയാണ് ഈ പറയുന്ന ആ, എന്താ പറയാ ഇന്ത്യ വിസിറ്റ് ചെയ്തത്, അതും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കാരണം നമ്മുടെ മിക്ക എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ദെൻ അറബിക് ലാംഗ്വേജിലാണ് ഈ പറയുന്ന കിതാബുൾ ഹിന്ദ് വരുന്നത്, അതും ചോദിക്കാറുണ്ട്, ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അറബിക്കാണ് ലാംഗ്വേജ് വരുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ട്രാവലറാണ്
വെനീഷ്യൻ ട്രാവലറാണ്, അല്ലെങ്കിൽ ഇറ്റാലിയൻ ആണ് മാർക്കോ പോളോ. മാർക്കോ പോളോ ഒക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ ഭയങ്കര ആ, പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ടാവും. മാർക്കോ പോളോ വെനീഷ്യൻ ട്രാവലറാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം നമ്മുടെ സൗത്ത് ഇന്ത്യ ആണ് വിസിറ്റ് ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യ ആണ് വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ മാർക്കോ പോളോ. ദെൻ ഇദ്ദേഹത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയാണ് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് രുദ്രമ്മാദേവി, കാകട്ടിയ ഡൈനാസ്റ്റി, കാകട്ടിയ ഡൈനാസ്റ്റിയിലെ രുദ്രമ്മാദേവിയുടെയും അതുപോലെ തന്നെ പാണ്ഡ്യൻസിന്റെയും ടൈമിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മുടെ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, മാർക്കോ പോളോ വെനീഷ്യൻ ട്രാവലറാണ്. 1292 തൊട്ട് 1294 സി AD ആണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം വരുന്നത്. സതേൺ ഇന്ത്യയാണ് വിസിറ്റ് ചെയ്യുന്നത് രുദ്രമ്മാദേവി, അതുപോലെ തന്നെ രുദ്രമ്മാദേവി ഓഫ് കാകട്ടിയ ഡൈനാസ്റ്റി. ദെൻ പാണ്ഡ്യൻ റൂളർ ആയിട്ടുണ്ടായിരുന്ന മാധവവർമ്മന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഇതാണ് മാർക്കോ പോളോനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളറാണ് ഇബ്ൻ ബത്തൂത്ത. ഇങ്ങനെ തന്നെയാണോ പ്രൊണൗൺസ് ചെയ്യണമെന്ന് അറിയില്ല, തൽക്കാലം ഇങ്ങനെ നമുക്ക് പ്രൊണൗൺസ് ചെയ്യാം, ഇബ്ൻ ബത്തൂത്ത. ഇബ്ൻ ബത്തൂത്ത വന്നിട്ട് മൊറോക്കൻ ട്രാവലറാണ്. നമ്മുടെ മുഗൾ ഡൽഹി ഡൈനാസ്റ്റിയിലെ തുഗ്ലക്ക് വംശത്തിലെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ടൈമിലാണ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡൽഹി ഡൈനാസ്റ്റിയിലെ നമ്മുടെ തുഗ്ലക്ക് ഡൈനാസ്റ്റിയിലെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ടൈമിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡൽഹി ഡൈനാസ്റ്റി എന്ന് പറഞ്ഞു, ഡൽഹി കോർട്ട് ആ ഒരു ഇതിൽ കുറച്ച് നാൾ ജഡ്ജായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു ട്രാവലോഗ് ഉണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പലപ്പോഴായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ട്രാവലോഗാണ് റഹ്ല, അല്ലെങ്കിൽ റിഹ്ല എന്ന് ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്, റഹ്ല എന്ന് കാണാറുണ്ട്. ബത്തൂത്തേന്റെ ട്രാവലോഗാണ്, ബത്തൂത്തേന്റെ ട്രാവലോഗാണ്. ഇതില് അദ്ദേഹം നമ്മുടെ ഈ പറയുന്ന ആ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കാര്യങ്ങളെയൊക്കെ വിളിച്ചോതുന്ന, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഇതിനെ പറ്റി മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ അല്ലെങ്കിൽ തുഗ്ലക്ക് ഡൈനസ്റ്റിയിലെ കാര്യങ്ങൾ, അന്നത്തെ ഡൽഹി സുൽത്താനേറ്റിന്റെ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന റഹ്ല, ചില സ്ഥലങ്ങളിൽ REHLAയും കാണും, രണ്ടും ഒന്ന് തന്നെയാണ്. ബത്തൂത്തയുടെ ടൈമിലാണ്, ബത്തൂത്തയാണ് എഴുതിയത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം, കാരണം നമുക്ക് പല പല എക്സാമുകളിലായിട്ട് കാണാറുണ്ട്. ഓക്കെ, ഇബ്ൻ ബത്തൂത്ത, റഹ്ല, റഹ്ല. ഓക്കെ, ദെൻ നിങ്ങൾക്ക് അറിയായിരിക്കും മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുമ്പോൾ അറിയാം, വൈസസ്റ്റ് ഫൂൾ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ പറയുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അദ്ദേഹത്തിന്റെ പല എന്താ പറയുക, അദ്ദേഹം എടുത്ത പല ഡിസിഷൻ്റെയും പേരിലാണ് ഈ രീതിയിൽ അറിയപ്പെടുന്നത്. ടോക്കൺ കറൻസി അടിച്ചിറക്കുന്നു, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം അദ്ദേഹം കാണിച്ച പല മണ്ടത്തരങ്ങളാണ്, ആ ഒരു പേരിലാണ് ഈ വൈസസ്റ്റ് ഫൂൾ എന്ന് പറയുന്ന ഇതിൽ അറിയപ്പെടുന്ന അതിനുള്ള കാരണം. ഓക്കെ, ദെൻ അതെല്ലാം തന്നെ അന്നത്തെ കാലഘട്ടത്തിനെ പറ്റിയെല്ലാം ഈ റഹ്ലയിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും, കാരണം എക്സാമിനൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന റഹ്ലയും എഴുതിയിരിക്കുന്നത് അറബിക് ലാംഗ്വേജ് എന്നാണ് പറയപ്പെടുന്നത്. അറബിക് ലാംഗ്വേജിൽ ആണ് ഈ പറയുന്ന എഴുതിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആണ് നിക്കോളോ കോണ്ടി. വീണ്ടും ഇറ്റാലിയൻ ആണ്, വെനീഷ്യൻ ട്രാവലർ ആണ്, വെനീഷ്യൻ എക്സ്പ്ലോറർ ആണ്. ഓക്കെ, ഇദ്ദേഹം വന്നിട്ട് നമ്മുടെ വിജയനഗര സാമ്രാജ്യം, വിജയനഗര സാമ്രാജ്യമാണ് വിസിറ്റ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിജയനഗര സാമ്രാജ്യത്തിലെ
ദേവരായ 1, ദേവരായ 2 ഇവരുടെ കോർട്ടാണ്, അല്ലെങ്കിൽ ഇവരുടെ ടൈമിലാണ് വിസിറ്റ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കാരണം നമുക്ക് ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുമുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ, അതായത് ഒരു സൈഡിൽ ട്രാവലർ, ദെൻ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ, അതായത് ഇവിടെ ഇപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞ് കുറച്ച് ട്രാവലറിന്റെ പേര് വരും. അതുപോലെ തന്നെ ഇപ്പുറത്ത് അവരുടെ സ്ഥലം, അവർ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത്, വെനീഷ്യ, ആ, ഇവിടെ ഇപ്പം മെഗസ്തനീസ്, ഗ്രീക്ക്, ഇങ്ങനെ ഓപ്ഷൻ തരും. ഇപ്പുറത്ത് ഏത് എംപയർ ആണ് വിസിറ്റ് ചെയ്തത്, എന്നിട്ട് മാച്ച് ദ ഫോളോയിങ് പോലെ കൊടുത്തിട്ട് ഓപ്ഷൻ എയിന് ഓപ്ഷൻ എയിൻ്റെ അകത്ത് 1 ചിലപ്പോൾ ഇതിപ്പോൾ സി ABCD എന്നായിരിക്കും ചിലപ്പോൾ തരുന്നത്. ഇവിടെ ഇപ്പോൾ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ലെറ്റർ, റോമൻ ലെറ്റർ 1, 2 അങ്ങനെ വല്ലതും തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് പോലെ. മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരും, 1, C, 2 ഇങ്ങനെ വരും, എന്നിട്ട് B വേറൊരു ഓപ്ഷൻ, അങ്ങനെ അങ്ങനെ ആയിരിക്കും. ആ ഒരു രീതിക്കും നമുക്കത് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്കത് പിക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ. അതുപോലെ തന്നെ ഈ പറയുന്ന നിക്കോളോ കോണ്ടിന്റെ ഒരു വർക്ക് ഉണ്ട്, ഹിസ്റ്റോറിയ ഡി വെറൈറ്റേറ്റ് എന്ന് പറയുന്ന ഒരു വർക്കുണ്ട്. അധികം ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഹിസ്റ്റോറിയ ഡി വെറൈറ്റേറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ നിക്കോളോ കോണ്ടിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ അല്ല, ട്രാവലർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് അബ്ദുൾ റസാഖ്. അബ്ദുൾ റസാഖ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് സാമൂതിരിന്റെ കോർട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്. കോഴിക്കോട് സാമൂതിരി. ഓക്കെ, അത് നമ്മൾ മലയാളത്തിൽ സാമൂതിരി എന്ന് പറയും, എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സമോറിൻ എന്ന് പറയും. അത് സെയിം സാധനം തന്നെയാണ് വരുന്നത്. പേർഷ്യൻ അംബാസിഡർ ആണ് ഷാറൂഖ്. തിമൂറിന്റെ മേളില് ഷാറൂഖിന്റെ ആണ് ഇദ്ദേഹത്തിനെ അയച്ചത്. ഇദ്ദേഹത്തിന്റെ മെമ്മോയറാണ് ദ ജേർണി ഓഫ് അബ്ദുൾ റസാഖ് എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന നമ്മുടെ കേരളത്തിലെ കാലിക്കറ്റിലുള്ള കാര്യങ്ങളെ പറ്റിയുള്ള മാർക്കറ്റ്, അതേപോലുള്ള എന്താ പറയുക, എക്കണോമിക്കൽ പൊളിറ്റിക്കൽ കണ്ടീഷനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ അബ്ദുൾ റസാഖ് ഏത് നാട്ടുകാരനാണ്, അതുപോലെ തന്നെ ആരുടെ കോർട്ടാണ് വിസിറ്റ് ചെയ്തത്, അത് ചോദിക്കാം. ഓക്കെ. ഓക്കെ, അടുത്തത് ബാർബോസയാണ്. ആക്ച്വലി ബാർബോസയ്ക്ക് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഒരാളുടെ പേര് പറയാം. ബാർബോസയ്ക്ക് മുമ്പ് വേറെ ആരുമല്ല, അദാനിസിസ് നിക്റ്റിങ്. അദാനിസിസ് നിക്റ്റിങ്. ഓക്കെ, അദാനിസിസ് നിക്റ്റിൻ. അദ്ദേഹം റഷ്യൻ മെർച്ചന്റ് ആയിരുന്നു. സൗത്ത് ഇന്ത്യയാണ് വിസിറ്റ് ചെയ്തത്. സൗത്ത് ഇന്ത്യ ബഹമാനി കിങ്ഡം. കറക്റ്റ് റൂളറിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് ത്രീ ടൈമായിരുന്നു ഇന്ത്യ വിസിറ്റ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ പറയുന്ന അബ്ദുൾ റസാഖ് കഴിഞ്ഞിട്ട് ബാർബോസയ്ക്ക് മുമ്പ് വരുന്ന ഒരാളാണ്. ഓക്കെ, ബാർബോസ വരുന്നത് പോർച്ചുഗീസ് ട്രാവലറാണ്. ബാർബോസ എന്ന് പറയുന്ന പോർച്ചുഗീസ് ട്രാവലറാണ്. ഏകദേശം 16 വർഷത്തോളം ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും നമ്മുടെ കേരള വിജയനഗര എംപയർ, അവിടെയാണ് ഇദ്ദേഹം ചെലവഴിക്കുന്നത്. 15 സെഞ്ചുറി തൊട്ട് 16 സെഞ്ചുറി വരെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. വിജയനഗര എംപയർ എന്ന് ഓർത്താൽ മതി. കേരള നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ വരാറില്ല. വിജയനഗര എംപയർ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി വരുന്നതെല്ലാം തന്നെ ഒട്ടുമിക്കവരും നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതെല്ലാം പോർച്ചുഗീസ് ട്രാവലേഴ്സ് ആണ്. അതും ഈ പറയുന്ന നമ്മുടെ വിജയനഗര സാമ്രാജ്യം വിസിറ്റ് ചെയ്യുന്നവർ തന്നെയാണ് ഇനി നമുക്ക് വരുന്നതല്ല. ഓക്കെ, അടുത്ത് വരുന്നതാണ് ഡൊമിംഗോ പീസ്. വീണ്ടും പോർച്ചുഗീസ് ട്രാവലറാണ്. വിജയനഗര സാമ്രാജ്യമാണ് വിസിറ്റ് ചെയ്യുന്നത്. കൃഷ്ണദേവരായരുടെ ടൈമിലാണ് വിസിറ്റ് ചെയ്യുന്നത്.
കൃഷ്ണദേവരായരുടെ ടൈമിലാണ് വിസിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു പോർച്ചുഗീസ് ട്രാവലറാണ് ഫെർണോ ന്യൂനീസ്. വിജയനഗര സാമ്രാജ്യമാണ് ഇദ്ദേഹം വിസിറ്റ് ചെയ്യുന്ന അച്യുതദേവരായരുടെ ടൈമാണ്. ആ ഓരോരോ ആൾക്കാരുടെയും പേര് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഒരു കോളമായിട്ട് തിരിച്ചിട്ട്, അതായത് ഇപ്പോൾ ഡൈനാസ്റ്റി അനുസരിച്ചിട്ട് ആ, ഒരു സൈഡിൽ ഡൈനാസ്റ്റി എഴുതുന്നു, അതിൻ്റെ താഴെയായിട്ട് ഈ ട്രാവലറുടെ പേര് അങ്ങനെ എഴുതാം. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന വിജയനഗര സാമ്രാജ്യം വിസിറ്റ് ചെയ്യുന്ന കേസിൽ നമ്മളിപ്പോൾ ഒരുപാട് ഓൾമോസ്റ്റ് കുറേ പേരായി. ആരൊക്കെയുണ്ട്? നിക്കോളോ കോണ്ടി നമ്മളെ ഉണ്ട് അല്ലേ? നിക്കോളോ കോണ്ടി ഉണ്ട്. ആ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ബാർബോസ കണ്ടു, ഡൊമിങ്ങോ പീസ് കണ്ട്, ഫെർണോ നുനീസ് എന്ന് പറയുന്ന ആളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഓർത്ത് വെച്ചേക്കണം. പോർച്ചുഗീസ് ട്രാവലറാണ് ഈ പറയുന്ന ഡൊമിങ്ങോ പീസ്. കൃഷ്ണദേവരായരുടെ ടൈമിലാണ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. അടുത്ത അച്യുത ദേവരായരുടെ ടൈമിൽ വിസിറ്റ് ചെയ്യുന്ന ആളാണ് ഫെർണാവോ നുനീസ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ഓക്കെ, അതുകൊണ്ട് ഇത് നമുക്ക് സ്കിപ്പ് അടിക്കാൻ പറ്റൂല. ഇനി ഏകദേശം നമ്മളൊരു മുഗൾസിന്റെ ഒക്കെ ടൈം ആകും ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആൾ. അടുത്ത വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളാണ് ഈ പറയുന്ന ആ, വില്യം ഹോക്കിങ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്രിട്ടീഷ് രാജാവായിട്ടുണ്ടായിരുന്ന ജെയിംസ് വണ്ണിന്റെ അംബാസിഡർ എന്ന നിലയിൽ ഇന്ത്യയിൽ സൂററ്റിൽ ഇത് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കണം. അതിനുവേണ്ടി സംസാരിക്കാൻ വേണ്ടി അന്നത്തെ രാജാവായിട്ടുണ്ടായിരുന്ന ആ, നമ്മുടെ ജഹാംഗീറിന്റെ കോർട്ടിൽ ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി വരുന്ന ബ്രിട്ടീഷ് അംബാസിഡർ ആണ് വില്യം ഹോക്കിങ്സ് എന്ന് പറയുന്നത്. വില്യം ഹോക്കിങ്സ് അങ്ങേര് വന്ന കപ്പലിന്റെ പേരാണ് ഹെക്ടർ എന്ന് പറയുന്നത്. ഹെക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പല കാര്യങ്ങളും എന്താ പറയുക, ന്യൂമറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയും ഇദ്ദേഹം ഇംഗ്ലീഷ് ഖാൻ എന്ന പേരിലും അറിയപ്പെടുന്ന ആര്? വില്യം ഹോക്കിങ്സ്. വില്യം ഹോക്കിങ്സ് വില്യം ഹോക്കിങ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഹെക്ടർ എന്ന് പറയുന്ന കപ്പലിന്റെ പേരാണ്. ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മുടെ ജഹാംഗീറിന്റെ കോർട്ടിൽ വരുന്നതാണ്. ജെയിംസ് വണ്ണ് രാജാവിന്റെ പ്രതിനിധിയായിട്ടാണ് ഇദ്ദേഹം ഇന്ത്യയിൽ വരുന്നത്. ഇംഗ്ലീഷ് ഖാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വില്യം ഹോക്കിങ്സ് ആണ്. ഇതെല്ലാം തന്നെ ഓർത്ത് വെക്കുന്നത് വളരെ 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 യൂസ്ഫുൾ ആയിരിക്കും. ചോദിച്ചിട്ടുണ്ട്, ചോദിക്കും, ഇനിയും ചോദിക്കും. ഓക്കെ, അടുത്തതും ഇതേപോലെ ജഹാംഗീറിന്റെ കോർട്ട് വിസിറ്റ് ചെയ്യുന്ന അടുത്ത ഒരു ഇംഗ്ലീഷ് അംബാസിഡർ ആണ് നമ്മുടെ ഈ പറയുന്ന തോമസ് റോയ്. തോമസ് റോയ് ഇദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി കിങ് ജെയിംസിന്റെ ഇതിൽ വരുന്നതാണ്. നമ്മുടെ ജഹാംഗീറിന്റെ കോർട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്. തോമസ് റോയ്. രണ്ടുപേരും ചോദിച്ചിട്ടുണ്ട്, തോമസ് റോയിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഫ്രാൻസിസോ ഫാൽസിയട്ട്. ഇദ്ദേഹം ഡച്ച് ട്രാവലറാണ്. ഇന്ത്യയിൽ വന്നതിന് ശേഷം നമ്മുടെ ആഗ്ര ഭാഗങ്ങളിലൊക്കെ ഇദ്ദേഹം താമസിക്കുകയും സൂററ്റ്, അഹമ്മദാബാദ് പോലുള്ള മേഖലകളിൽ ട്രേഡ് നടത്തുകയും ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട് ഹിസ്റ്ററിയിൽ. സോ നമുക്കത് വിട്ട് കളയാൻ പറ്റത്തില്ല, എന്നാൽ അത്ര ഇമ്പോർട്ടൻറ്റും അല്ല. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അടുത്ത വരുന്നത് വീണ്ടും ഒരു ഇറ്റാലിയൻ ട്രാവലറാണ്. നമ്മളിപ്പോൾ തന്നെ കുറെ ഇറ്റാലിയൻ ട്രാവലർമാരെ കണ്ടു, മാർക്കോ പോളോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടു. അടുത്തതാണ് പീറ്റർ മുണ്ടി. ഇദ്ദേഹം ഇറ്റാലിയൻ ട്രാവലറാണ്. മുഗൾ എംപറർ ആയിട്ടുണ്ടായിരുന്ന ഷാജഹാന്റെ ടൈമിലാണ് ഇദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ ട്രാവലറാണ്. ചില സമയങ്ങളിൽ വേണമെങ്കിൽ നമുക്ക്
രാജാവിന്റെ പേര് തരാതെ ഡൈനാസ്റ്റിയുടെ പേര് ചോദിക്കാം. അതായത് ഒരു സൈഡിൽ ഇപ്പോൾ പീറ്റർ മുണ്ടി, ഇറ്റാലിയൻ ട്രാവലർ, അപ്പുറത്ത് വേണമെങ്കിൽ ഷാജഹാൻ എന്ന് കൊടുക്കുന്നതിന് പകരം മുഗൾ ഡൈനാസ്റ്റി എന്ന് ചോദിക്കാം. കാരണം പലതുമായിട്ട് നമുക്കിതിനെ കണക്ട് ചെയ്യാൻ പറ്റും. സോ ഒന്നും പറഞ്ഞിട്ടും നമുക്ക് കാര്യമില്ല. എക്സാമിനറിന്റെ എക്സാം ക്വസ്റ്റ്യൻ ഇടുന്ന രീതിക്ക് അനുസരിച്ച് ഇത് വേരി ചെയ്യും. ഓക്കെ, അടുത്തതായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് ജീൻ ബാപ്റ്റിസ്റ്റെ ടാവറേനിയർ. ഫ്രഞ്ച് ട്രാവലറും അതുപോലെ തന്നെ ജേം മെർച്ചൻറ്റുമാണ്. ട്രേഡ് നടത്തുന്നതിനും കൂടി വേണ്ടിയാണ് ഇദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹവും നമ്മുടെ ഔറംഗസീബ്, ഷാജഹാൻ പോലുള്ള മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഈ ഇയർ പഠിക്കണമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയത്തില്ല, നോക്കണ്ട, കുഴപ്പമില്ല. ഓക്കെ, ഇയർ നമ്മൾക്ക് വലിയ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ആരുടെ കോർട്ടാണ് വിസിറ്റ് ചെയ്തതെന്ന് ഒരു ബേസിക് ഐഡിയ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വ്യക്തിയാണ് ഫ്രാൻസിയോ ബേർണിയർ. പക്ഷേ ഫ്രാൻസിയോ ബേർണിയറിന് മുമ്പ് ഒരു വ്യക്തിയുടെ പേര്, ഒരു ഇറ്റാലിയൻ ട്രാവലറിന്റെ പേര് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് നിക്കോളോ മനൂസി. ഇദ്ദേഹം ഇറ്റാലിയൻ ട്രാവലറാണ്. ദാര സിക്കോവിന്റെ കോർട്ടിലായിരുന്നു സെർവ് ചെയ്തിരുന്നത്. ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നിക്കോളോ മനൂസി ഇറ്റാലിയൻ ആണ്, ദാര ഷിക്കോവ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിസ് ബോണിയർ വരുന്നത്. ഫ്രഞ്ച് ഫിസീഷ്യനാണ്. ഏകദേശം 12 വർഷക്കാലത്തോളം ഇന്ത്യയിൽ സെർവ് ചെയ്യുന്നുണ്ട്. ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ, മുഗൾ ഡൈനാസ്റ്റിയിലെ ഔറംഗസീബിലെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതും സ്റ്റേ ചെയ്യുന്നതൊക്കെ. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഔറംഗസീബിന്റെ കോർട്ടിലെ ദാനിഷ് അഹമ്മദ് ഖാൻ ഇദ്ദേഹത്തിന്റെ പാറ്റേൺ ആണെന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ദാനിഷ് അഹമ്മദ് ഖാൻ ഔറംഗസീബിന്റെ കോർട്ടിലുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഈ പറയുന്ന ഫ്രാൻസിയോസ് ബോർണിയറിന്റെ പാറ്റേൺ എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുന്നത് നല്ലതായിരിക്കും, കാരണം വേണമെങ്കിൽ ചോദിക്കാമല്ലോ. ഓക്കെ, അടുത്തത് നിക്കോളോ മനൂസി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അടുത്തതായിട്ട് വരുന്ന 2-3 പേരേ ഉള്ളൂ. ഇതും കൂടി പറയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം തീരും. നിക്കോളോ മനൂസി നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അടുത്തതിന് പറയുന്നത് ജീൻ ഡി ടെവേനോട്ടാണ്. ഫ്രഞ്ച് ട്രാവലറാണ്. അദ്ദേഹം അഹമ്മദാബാദ്, കാംബെ, ഔറംഗാബാദ്, ഗോൽക്കൊണ്ട പോലുള്ള സിറ്റികളൊക്കെ വിസിറ്റ് ചെയ്യുകയുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ജോൺ ഫ്രയറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സൂററ്റ്, ബോംബെ പോലുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് മെയിനായിട്ട് വരുന്നത്. ഇത് ആകുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏകദേശം ട്രാവലേഴ്സിന്റെ പേര് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യും, കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊന്നുകൂടി ബ്രീഫ് ചെയ്ത് തന്നിട്ട് വൈൻഡപ്പ് ചെയ്യാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി സ്ട്രെച്ച് ചെയ്ത് പറയാം, നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ആദ്യം വരുന്ന മെഗസ്തനീസ് ആണ്. മെഗസ്തനീസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിലാണ് വരുന്നത്. സെലിക്കസ് നിക്ടേറ്ററിന്റെ അംബാസിഡർ ആണ്, ഗ്രീക്ക് അംബാസിഡർ ആണ്. ഇന്ത്യക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ്. പിന്നീട് വരുന്ന ചൈനീസ് ട്രാവലറാണ് ഫാഹിയാൻ. ഫാഹിയാന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ചന്ദ്രഗുപ്ത 2 അല്ലെങ്കിൽ വിക്രമാദിത്യന്റെ കാലത്തിലാണ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്.
ദെൻ അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ ആയിട്ടുള്ള വർക്കാണ് ഫോക്ക് വാക്കി എന്ന് പറയുന്നത്. ബുദ്ധിസ്റ്റ് കിങ്ഡത്തിനെ പറ്റിയൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ബുക്കായിരുന്നു. അതുപോലെ തന്നെ പ്രിൻസ് ഓഫ് ട്രാവലേഴ്സ് എന്നറിയപ്പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഹുയാൻ കീസാൻ. ഹർഷവർദ്ധനയുടെ കാലത്താണ് ഇദ്ദേഹം എന്ത് ചെയ്ത ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പുലകീശിന്റെ കോട്ടിലും ഇദ്ദേഹത്തിനെ പറ്റി കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഏകദേശം 15 വർഷത്തോളം ഇന്ത്യയിൽ ജീവിക്കുകയും ഇവിടുത്തെ എക്സ്പീരിയൻസ് സി യു കി എന്ന് പറയുന്ന ഒരു കൃതിയിൽ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നളന്ദ ഡൈനസ്റ്റിയിൽ ഇദ്ദേഹം പഠിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. ദെൻ ഐ ടി സിംഗ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഒരു ചൈനീസ് ബുദ്ധിസ്റ്റ് പിൽഗ്രീമാണ്, അത്ര മാത്രം ഓർത്ത് വെക്കുക. അൽ മസൂദി അൽ മസൂദിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അറബ് ഹിസ്റ്റോറിയൻ ആണ്, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അൽബറൂനി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പേർഷ്യൻ സ്കോളറാണ്. മുഹമ്മദ് ഓഫ് യസ്നിയുടെ കൂടെ ഇന്ത്യ വിസിറ്റ് ചെയ്തതാണ്. ഫാദർ ഓഫ് ഇൻഡോളജി എന്നറിയപ്പെടുന്നത് അൽബറൂനിയാണ്. ദെൻ ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അബ്ദുറഹ്മാൻ മഹ്മൂദ് എന്നാണ്. ദെൻ കിതാബുൽ ഹിന്ദ് ഇദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മാർക്കോ പോളോ വെനീഷ്യൻ ട്രാവലറാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയാണ് വിസിറ്റ് ചെയ്തത്. രുദ്രമാദേവി ഓഫ് കാകട്ടിയ ഡൈനാസ്റ്റിയും മാധുവർമ്മൻ ഓഫ് പാണ്ഡ്യ ഡൈനാസ്റ്റിയാണ് അദ്ദേഹത്തിൻ്റെ ടൈമിലാണ് വിസിറ്റ് ചെയ്തത്. ഇബാൻ ബത്തൂത്ത ഇമ്പോർട്ടൻ്റ് ആണ്, മൊറോക്കൻ ട്രാവലറാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ടൈമിലായിരുന്നു. അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തെ വിളിച്ച് ഓടിയ ഒരു ബുക്കാണ് റഹില എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. ദെൻ നിക്കോളോ കോണ്ടി വെനീഷ്യൻ ട്രാവലറാണ്. വിജയനഗര സാമ്രാജ്യം വണ്ണദേവരായ ടുവിൻ്റെ ടൈമിൽ. ദെൻ ഇതുപോലെ തന്നെ ഒരുപാട് വിജയനഗര സാമ്രാജ്യം വിസിറ്റ് ചെയ്തിട്ടുള്ള പലരെയും നമ്മൾ കണ്ടു. നമ്മുടെ ബർബോസ, ദെൻ നമ്മുടെ അടുത്ത വരുന്ന ഡൊമിങ്ങോ പീസ്, ഫെർണോ നൂനിസ്, ദെൻ ഇതെല്ലാം തന്നെ വിജയനഗര സാമ്രാജ്യത്തിൽ വിസിറ്റ് ചെയ്തതാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഫാക്ടറി തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി വരുന്ന വ്യക്തിയാണ് വില്യം ഹോക്കിൻസും അതുപോലെ തന്നെ തോമസ് റോയും. ഇവരെല്ലാം തന്നെ ബ്രിട്ടീഷുകാരാണ്, ചോദിച്ചിട്ടുണ്ട്. ഇനി വരുന്നതെല്ലാം തന്നെ മുഗൾ കോട്ടുകൾ വിസിറ്റ് ചെയ്ത വ്യക്തികളായിരുന്നു. പീറ്റർ മുണ്ടി, അതുപോലെ തന്നെ പീറ്റർ മുണ്ടി വരുന്നത് ഷാജഹാന്റെ ടൈമിലാണ്. ദെൻ അടുത്ത വരുന്നത് നമ്മുടെ ടാവറേനിയർ, അദ്ദേഹം ഫ്രഞ്ച് മർച്ചൻ്റ് ആയിരുന്നു. ഷാജഹാന്റെയും ഔറംഗസീബിന്റെയും കോട്ട് വിസിറ്റ് ചെയ്യുന്നു. ഫ്രാൻസിയോസ് ബേർണിയർ ഫിസീഷ്യൻ ആയിരുന്നു, ഔറംഗസീബിന്റെ കോട്ടായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ നല്ല രീതിക്ക് ഓർത്ത് വെക്കുക. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ ഒരു ഐറ്റം ഒന്ന് എപ്പോഴും റിവൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ചോദിക്കാറുണ്ട്, നല്ല രീതിക്ക് ചോദിക്കാറുണ്ട്. സോ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് തൽക്കാലത്തേക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.